ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂൺ 27 ശനി. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 21 അധ്യായം 12 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. സുഹൃത്തെ, സുവിശേഷം നിന്നോട് പറയുകയാണ്, നിനക്കൊരു വിളിയുണ്ട്. വ്യക്തമായിട്ടാണ് പറയുക, അത് സാക്ഷ്യം നൽകാനുള്ള വിളിയാണ്. നീ നിന്റെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളണം. നിന്റെ ചുറ്റുപാടുകൾ ദൈവത്തെ അവതരിപ്പിക്കണമെന്ന് നിന്നെ വ്യക്തമായിട്ടാണ് ബോധ്യപ്പെടുത്തുക. ഇനി നീ സാക്ഷ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. നീ സാക്ഷ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ പുറകോട്ടോ ചുറ്റുപാടുകളിലേക്കോ നോക്കാൻ പാടില്ല. കാരണം നിന്റെ നോട്ടം ക്രിസ്തുവിലേക്കായിരിക്കും. ചുറ്റുപാടുകൾ ചിലപ്പോൾ നിനക്ക് എതിരായിരിക്കാം. നീ ചേർത്ത് പിടിക്കുന്നവരൊക്കെ നിന്നിന്ന് മാറി നിന്നെന്ന് വരാം. ചിലപ്പോൾ പലരും നിന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു തരാം. പലരും നിന്നെ പീഡിപ്പിച്ചെന്ന് വരാം. സാക്ഷ്യത്തിനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആർക്ക് സാക്ഷ്യം നൽകുന്നോ അവനിലേക്ക് മാത്രമേ നീ നോക്കാവുള്ളൂ. ചുറ്റുപാടുകളും നിന്റെ കടന്നു വന്ന വഴികളെല്ലാം തള്ളിക്കളഞ്ഞേക്കുക. കാരണം നീ ക്രിസ്തുവിൻ്റെ വിളി സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നവരാ. മൂന്നാമതായിട്ട്, നീ സാക്ഷ്യം നൽകാനായിട്ട് ജീവിക്കുമ്പോൾ നീ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുക. നിന്റെ കാര്യം സ്വർഗം നോക്കിക്കോളും. തക്ക സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വാക്കുകളും ജ്ഞാനമെല്ലാം തന്നോളും. നിന്റെ പ്രവർത്തന മേഖലകളിൽ സ്വർഗം നിന്റെ കൂട്ടിനുണ്ടാകും. ഒപ്പം നീ ചിന്തിച്ചോളണം, നീ കരുതിയിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരാരും, നീ ചേർത്ത് പിടിച്ചൊടിക്കുന്നവരാരും നിന്റെ കൂടെ ഉണ്ടാകണം നിർബന്ധമില്ല. അവരൊക്കെ ചിലപ്പോൾ നിനക്കെതിരായി തിരിഞ്ഞെന്ന് വരാം. പക്ഷെ നിന്റെ കൂടെ ഉണ്ടാകുന്നത് നീ വിലമതിക്കുന്ന ക്രിസ്തു മാത്രമായിരിക്കും. എന്നാൽ ആ ക്രിസ്തു നിന്റെ കൂടെ ഉണ്ടാകും. സുഹൃത്തെ, നിന്റെ വിളി സാക്ഷി നൽകാനാണ്. അതിന് നീ അതിലേക്ക് മാത്രമേ നോക്കാവുള്ളൂ, ചുറ്റുപാടുകളിലേക്ക് നോക്കരുത്. നീ ഇതിനു വേണ്ടി നിലകൊള്ളുമ്പോൾ സ്വർഗം നിന്നെ കാത്തുകൊള്ളും. വേറെ ആരും നിന്റെ കൂടെ ഉണ്ടാകത്തില്ല, പക്ഷെ സ്വർഗം നിന്റെ കൂടെ ഉണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിനക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട്, നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട്, മറ്റാരൊക്കെ ഉപേക്ഷിച്ചാലും നിന്നെ ചേർത്ത് പിടിക്കുവാനായിട്ട് എൻ്റെ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.